ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ആണവ നിലയങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ച ശേഷം ഇസ്രായേൽ ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അമേരിക്കയും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിലെ സകലയിടത്തും ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങളോട് പ്രിക്കോഷൻസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെല്ലാം ബങ്കറിലേക്ക് പോകാനും ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ ഏറ്റവും വലിയ നാണക്കേടായി മാറിയത് ഇറാനിയൻ പാരാമിലിറ്ററി റവല്യൂഷണറി ഗാർഡ് മേധാവി ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇസ്രായേലിൽ അതുകൊണ്ടാണ് പ്രധാനമായും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ടെഹ്റാനിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിലാണ് ഈ മേധാവി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാനിൽ നിന്ന് പ്രതികാരം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രത്യേക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി ആക്സിയോട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ട് ഉണർന്ന ടെഹ്റാനിലെ പൗരന്മാരിൽ പരിഭ്രാന്തി പടർന്നു. സ്ഫോടന വാർത്തകൾ പ്രാദേശിക വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിന്നു. സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് അടച്ചിടണം എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വിചാരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 2% ഉയർന്നു. വൈറ്റ് ഹൗസ് ഇതുവരെ ഒരു പ്രസ്താവനയും നിലവിൽ പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം സംഭവത്തിൽ യുഎസിന്റെ പങ്കാളിത്തമോ പിന്തുണയോ നിഷേധിച്ചതായി പേര് വെളിപ്പെടുത്താത്ത 2 US ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വിസമ്മതിച്ച ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസും ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ വ്യോമസേന ടെഹ്റാനിൽ ബോംബ് വർഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിന്റെ പുൽത്തക്കിടിയിൽ കോൺഗ്രസ് അംഗങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തതുപോലെ അദ്ദേഹം വിശിഷ്ട വ്യക്തികളുമായി തിരക്കിലായതിനാൽ ടെൽ അവീവിൽ നിന്ന് സൈനിക മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചിരുന്നു എന്നുള്ളത് നിലവിൽ വ്യക്തതയില്ലാത്ത കാര്യമാണ് എന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും വലിയൊരു ആക്രമണമാണ് നടന്നത്. ഇറാന്റെ ഒരു സൈനിക മേധാവി അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷവും ഇസ്രായേൽ ഒരു വമ്പൻ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.